ഹെൽത്ത് ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു വർഷത്തിൽ ലോകത്തിൽ 1 മുതൽ 1.25 ലക്ഷം വരെ ആൾക്കാർ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നുണ്ട്. അത് നമ്മുടെ സർവേ റിപ്പോർട്ട്. എന്നാൽ അതിലേറ്റവും അത്ഭുതകരമായ ഒരു വിഷയം, അതിൽ 50,000 പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഈ 50,000 പേർ എന്ന് പറയുമ്പോൾ നമ്മളിൽ ഒരാൾ, നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധുക്കൾക്കും വളരെ വേദന നിറഞ്ഞ ഒരു അനുഭവമാണ്. അതിൽ നിന്നൊക്കെ നമ്മൾക്ക് എന്തെല്ലാം പ്രതിവിധികൾ നമുക്ക് ചെയ്യാം, എന്തൊക്കെ പ്രഥമ ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മളോടൊപ്പം എത്തുന്നത് കൊല്ലത്തെ മിയന്നൂരുള്ള അസിസിയ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സൂപ്രണ്ടൻറ്റ്, ഫോമർ SAT മെഡിക്കൽ സൂപ്രണ്ടൻറ്റ്, പ്രൊഫസറും പീഡിയാട്രിക് HODയുമായ ഡോക്ടർ A. സന്തോഷ് കുമാർ സാറാണ്. സാറിനോട് നമുക്ക് ആധികാരികമായി ഇതിനെപ്പറ്റി ചോദിച്ചറിയാം. സാറിനെ നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, ഹെൽത്ത് ഇൻസൈറ്റിലേക്ക് സ്വാഗതം. സാർ, ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മൾ സ്നേക്ക് ബൈറ്റ് നമ്മൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ പലപ്പോഴും സീരിയസ് ആയിട്ടും ഒക്കെ സ്നേക്ക് ബൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് വന്ന് നമ്മൾ നല്ല രീതിയിൽ പേഷ്യൻ്റ് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായത്, കാരണം ഈ പാമ്പുകടിയേറ്റ് വരുന്ന ആൾക്ക് ഏത് പാമ്പാണ് കടിച്ചത്, അത് വിഷമുള്ള പാമ്പാണോ, എപ്പോഴാണ്, ഇതിനെപ്പറ്റിയൊന്നും ഒരു അവയർനെസ്സോ ഒന്നും തന്നെ അവർക്കില്ല. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾക്ക് എനിക്ക് തോന്നി, കാരണം ഒരു പാമ്പുകടിയേറ്റ ആൾ ആദ്യം എന്താണ് ചെയ്യുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഉത്തരവും നമ്മൾക്ക് ഇന്ന് നിലവിലുള്ള നമ്മളുടെ പോളിസിയും നമ്മുടെ IMAയിലും ഒക്കെ പല ഡിസ്കസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ അവയർനെസ് ഒത്തിരി പുറകിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അവരൊരു അവയർനെസ് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് സാറിനോട് ഞാൻ സ്നേക്ക് ബൈറ്റ് എന്നുള്ളൊരു വിഷയം തന്നെ എടുക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പം എനിക്ക് സാറിനോടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിഷപ്പാമ്പുകൾ, ഏതൊക്കെ തരത്തിലുള്ള വിഷപ്പാമ്പുകളാണ് നമ്മൾക്ക് സാധാരണ ഇന്ത്യയിൽ അഥവാ കേരളത്തിൽ നമുക്ക് സാധാരണ കണ്ടുവരുന്നത്? നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് 3 തരം വിഷപ്പാമ്പുകളാണ് കാണുന്നത്. ഒന്ന് നമ്മുടെ മൂർഖൻ, കോബ്ര എന്ന് പറയുന്നത്. 2 അണലി, അതായത് ഈ വൈപ്പർ എന്ന് പറയുന്ന. 3ാമത് നമ്മൾ ഈ ശംഖുവരയൻ, വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന ആ ക്രൈറ്റ് വിഭാഗത്തിൽപ്പെടുന്നത്. ഈ 3 എണ്ണമാണ് നമ്മളെ കൊല്ലാൻ തക്ക വിധം വിഷമുള്ള പാമ്പുകൾ. പിന്നെ 2 വിഷമുള്ള പാമ്പുകൾ കൂടെ ഉണ്ട്. ഒന്ന് നമ്മൾ കാട്ടിൽ മാത്രം കാണപ്പെടുന്ന രാജവെമ്പാല, പിന്നെ കടലിൽ മാത്രം കാണപ്പെടുന്ന കടൽ പാമ്പ്. ഇതിന് 2നും വിഷമുണ്ട്. പക്ഷേ നമ്മളത് കാണുന്നില്ല, അത് കടിച്ചു വരുന്ന വ്യക്തികളെ. കാരണം ഈ രാജവെമ്പാല എന്ന് പറയുന്നത് കാട്ടിൽ മാത്രമുള്ളതാണ്. അതിന് മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു കാഴ്ചശക്തി ഉള്ളതുകൊണ്ട് മനുഷ്യർ വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അതായത് മാറിപ്പോവുകയാണ് പതിവ്. പിന്നെ ഉള്ളത് കടൽ പാമ്പ്. അത് കടലിൽ തന്നെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലേക്ക് കടൽ പാമ്പ് കടിച്ച് ആൾക്കാർ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനിയും നമുക്കുള്ള ഒരു സംശയം, ഈ വിഷം ഉൽപ്പാദിപ്പിക്കുന്നത്, തീരെ കുഞ്ഞു പാമ്പുകൾക്ക് വരെ വിഷമുണ്ട്. പക്ഷേ അളവ് താരതമ്യേന കുറഞ്ഞിരിക്കും എന്നുള്ളതേ ഉള്ളൂ. കുഞ്ഞു പാമ്പിനും വിഷമുണ്ട്. സാർ, ഈ കല്ലുകളുടെ ഇടയിലും ചെടികളുടെ ഇടയിലും ഒക്കെ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളൊന്നും അറിയത്തില്ല, അവരുടെ ഈ പാമ്പ് ഇടയ്ക്കൂടെ വന്ന് മിന്നായം പോലെ ഈ പിള്ളേരെ ഒന്ന് കുത്തിയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇവർ തന്നെ അറിയത്തില്ല ഇത് പാമ്പാണോ കുത്തിയെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ട് ഇവർ ചെന്ന് പേരൻസിനോടായിരിക്കും പറയുന്നത്, എന്നെ പാമ്പ് കടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ചു. ഇത് കണ്ടിട്ട് പേരൻസ് ആയിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പാമ്പ് കടിച്ചു എന്ന്. അപ്പം ഈ കടിച്ച ഈ ഒരു അതേപോലെ തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പം ഈ കടിച്ച ഭാഗം കണ്ടിട്ട് നമുക്ക് ഇന്ന പാമ്പാണ് കടിച്ചതെന്ന് പറയാൻ എന്തെങ്കിലും വിദ്യയുണ്ടോ? കടിച്ച പാട് നോക്കിയിട്ട് വിഷപ്പാമ്പാണോ ഇല്ലയോ എന്ന് നമുക്ക് ഏകദേശം ഒന്ന് ഊഹിക്കാൻ പറ്റും. കാരണം 2 സൂചിമുന പോലെയുള്ള കുത്ത്, അതാണ് വിഷപ്പല്ലുകൾ കൊണ്ട് ഉണ്ടാകുന്ന പാട്. പക്ഷേ അത് നമുക്ക് 100% തീർച്ചയാക്കാൻ ഒക്കില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പല്ല് പൊഴിഞ്ഞു പോയ പാമ്പാണെങ്കിൽ ഒറ്റ കുത്ത് മാത്രമല്ലേ കാണുള്ളൂ. അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് വിഷപ്പല്ല് പൊഴിഞ്ഞു പോയിട്ട് പുതിയ പല്ല് കുരുത്ത് വരുന്ന ഒരു പാമ്പായിരിക്കും. അതിന് പഴയ വിഷപ്പല്ല് പൊഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ 4 പാട് കാണും.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാമ്പ് ഒരു തവണയെ കടിക്കുമെന്നൊന്നുമില്ല, ചിലപ്പോൾ വീണ്ടും കടിക്കും. അപ്പോൾ ഒന്നിലധികം കുത്തുകളുണ്ടെങ്കിൽ വിഷമുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയാക്കാൻ ഒക്കില്ല. വിഷപ്പാമ്പ് അല്ലാത്ത പാമ്പുകൾക്ക് ഈ കൂർത്ത കനൈൻ പോലെയുള്ള ആ ഒരു വിഷപ്പല്ലില്ലാത്തത് കൊണ്ട് കുറേ പല്ലുകൾ വെച്ച് കടിച്ച മാതിരിയുള്ള പാടാണ് സാധാരണ വിഷമില്ലാത്ത പാമ്പിന് കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇതിൽ നമ്മൾ വളരെ തീർച്ചയായ ഒരു തീരുമാനം എടുക്കാൻ ഒക്കില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിഷപ്പാമ്പാണെങ്കിൽ കൂടുതൽ ലക്ഷണങ്ങൾ കാണും. ഉദാഹരണമായിട്ട് ആ കടിച്ച ഭാഗത്ത് നിന്ന് വേദന വരിക, ചുമന്ന് വരിക, അവിടെ നിന്ന് നീരൊലിക്കുക, രക്തം പൊടിയുക, പിന്നെ നീര് മുകളിലോട്ട് നമ്മുടെ കാലിൻ്റെ മുകളിലോട്ട് കയറുക, ആ സ്ഥലത്ത് തന്നെയുള്ള ഈ ലിംഫിനോട്, അതായത് നമ്മളെ കഴല എന്ന് പറയും, അത് വേദനയോടെ വലുതാവും. ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കും. പക്ഷേ ഇതൊക്കെ സംഭവിച്ചിട്ട് വിഷമുള്ള പാമ്പാണോ എന്ന് കാണാൻ വെയിറ്റ് ചെയ്യാതെ ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിലോട്ട് പോവുക. കടിച്ചത് പാമ്പാണെന്ന് സംശയമുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിലോട്ട് പോവുക. സാർ, ഈ ചർച്ചയിലൊക്കെ കേട്ടിട്ടുണ്ട് പട്ടി കടിച്ചു കഴിഞ്ഞാൽ 10-15 മിനിറ്റ് നമ്മൾ റണ്ണിങ് വാട്ടറിൽ കഴുകണമെന്ന്. അപ്പം അതൊക്കെ ഇങ്ങനെ ചർച്ചയിൽ നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ട്. ആൾക്കാർക്കൊക്കെ അവയർനെസ്സിനെ കൊണ്ട് പട്ടി കടിച്ചാൽ അവർ പെട്ടെന്ന് കഴുകിയൊക്കെ റെഡിയാക്കിയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. അപ്പം അങ്ങനെ പാമ്പ് കടിച്ചാൽ എത്ര മിനിറ്റ് നമ്മൾ റണ്ണിങ് വാട്ടറിൽ കഴുകണോ, അതോ എങ്ങനെയാണ് കഴുകേണ്ടത്, എത്ര മിനിറ്റ് കഴുകണം? പാമ്പ് കടിച്ച ഭാഗം നമ്മൾ കഴുകുക, വൃത്തിയാക്കുക ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ ഭാഗം നമ്മൾ തേക്കുകയൊക്കെ ആണെങ്കിൽ ആ വിഷം പടരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ പാമ്പ് വിഷം ബാധിച്ച് നമ്മൾ കഴുകാൻ 10-15 മിനിറ്റ് ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തണം. ഈ പേപ്പട്ടി കടിച്ചതുപോലെയല്ല. പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ വിഷം അവിടെ ഒരുപാട് നേരം തങ്ങി നിൽക്കും. വിഷമല്ല, ആണും. എന്നിട്ട് നമ്മൾ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞാണ് അസുഖം വരുന്നത്. അതുപോലെ അല്ല പാമ്പ്. മണിക്കൂറുകളോ ദിവസങ്ങളോ ആകാം നമുക്ക് മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യരുത്, അപ്പോൾ തന്നെ ആശുപത്രിയിലോട്ട് പോവുക. പാമ്പിനെ നമ്മൾ ഒരു പാമ്പ് കടിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അവരുടെ ആൾക്കാർ തന്നെ ഈ പാമ്പിനെ അടിച്ചു കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുവാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാൽ ആ പാമ്പിൻ്റെ ഏത് പാമ്പാണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധ്യമാണോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ നമുക്ക് കൊടുക്കുന്ന ഈ പ്രതിവിഷം, ആൻറ്റിവെനം എന്ന് പറയുന്ന സാധനം സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ പാമ്പുകളുടെയും വിഷത്തിനെ നിർവീര്യമാക്കാനുള്ള പ്രതിവിഷത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പിനെ ഏത് പാമ്പാണെന്ന് കണ്ടെത്തിയതുകൊണ്ട് ചികിത്സയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, പല പാമ്പുകളെയും അടിച്ചു കൊല്ലുന്നത് ഇന്ന് നിയമപ്രകാരം കുറ്റകരവും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പാമ്പിനെ അടിച്ചു കൊല്ലാൻ നിൽക്കാതെ കഴിയുന്നത് വേഗം ആശുപത്രിയിലോട്ട് വരിക. കാരണം ഈ പാമ്പിനെ അടിച്ചു കൊല്ലാനുള്ള പരിശ്രമത്തിനകം വേറൊരാളിന് കടി ഏൽക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു റിസ്ക്കാണ്. സാർ, ഓരോ പാമ്പിൻ്റെയും വിഷം വ്യത്യസ്തമാണല്ലോ. കാരണം കോബ്രയുടെ ആയിരിക്കില്ല അണലിയുടെ വിഷം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതുതരം പാമ്പാണെന്ന് കണ്ടെത്തി അതിൻ്റെ വിഷം നമ്മൾ കൊടുക്കുക, അങ്ങനെ ചെയ്യുന്നതായിരിക്കത്തില്ലേ ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നുന്നത്? അങ്ങനെ അല്ല. കാരണം നമുക്ക് ഒരു പാമ്പിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് വിഷമുള്ള പാമ്പാണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള വൈദഗ്ധ്യം ഈ പാമ്പുമായിട്ട് ഉള്ള വിഷയത്തിൽ പഠിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആരോഗ്യ പ്രവർത്തകർക്ക് അതിൻ്റെ വൈദഗ്ധ്യം ഉണ്ടാവണം എന്നില്ല. ഉദാഹരണമായിട്ട് ശംഖുവരേനെ കണ്ടു കഴിഞ്ഞാൽ വിഷമില്ലാത്ത ചിലതരം ചുരുട്ട എന്ന് പറയുന്ന പാമ്പാണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ രണ്ടാമത്, ഓരോ പാമ്പിനും പ്രത്യേകം പ്രതിവിഷം സ്റ്റോക്ക് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ പലതരം പ്രതിവിഷം വെക്കണം. അപ്പോൾ പലതും ഡേറ്റ് കഴിഞ്ഞ് വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ കൂടുതൽ മരുന്ന് സ്റ്റോക്ക് ചെയ്യേണ്ടി വരുന്നു, കൂടുതൽ മരുന്ന് വേസ്റ്റ് ആവുന്നു. അപ്പോൾ അത് സാമ്പത്തികമായിട്ടും നഷ്ടമാണ്. അതുകൊണ്ട് അത് അത്ര ഒരു അഭികാമ്യമല്ല. ഒരു പാമ്പ് കടി ഏറ്റാൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് വിവരിക്കാമോ? പാമ്പ് കടി ഏൽക്കുമ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന പ്രശ്നം പേടിയാണ്. ഈ പേടി കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേടി വരുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. അപ്പോൾ വിഷം കൂടുതൽ പടരും. അപ്പോൾ ഈ പേടി കാരണമുള്ള മരണമാണ് കൂടുതൽ സാധ്യത. അപ്പോൾ പേടി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ രോഗിയെ സമാധാനിപ്പിക്കണം. ഇതിന് വേണ്ട ചികിത്സ ഉണ്ടെന്ന് സമാധാനിപ്പിക്കണം. രണ്ടാമത്, ഉടനെ തന്നെ ആശുപത്രി വിളിക്കുക. ആശുപത്രി വിളിക്കുമ്പോൾ അവിടെ ഈ പ്രതിവിഷം ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയാക്കി പ്രതിവിഷം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യവും അറിയിക്കണം. പിന്നെ ആംബുലൻസ് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം കടിയേറ്റ ഭാഗം നമ്മൾ അനക്കാൻ പാടില്ല. അനക്കുമ്പോൾ
കൂടുതൽ വിഷം വ്യാപിക്കും. അപ്പോൾ അനക്കാതെ കൊണ്ടുപോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആംബുലൻസേ പറ്റുള്ളൂ. പക്ഷേ ആംബുലൻസ് എല്ലാ സ്ഥലവും കിട്ടില്ല. ചിലപ്പോൾ കാറായിരിക്കും, ചിലപ്പോൾ ഈ പാമ്പ് കടിക്കുന്ന സ്ഥലത്ത് കാറ് പോലും വരണം എന്നില്ല, ബൈക്കിന് മാത്രമേ വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബൈക്കിൽ വരട്ടെ. ബൈക്കിൽ വന്നിട്ട് ഈ രോഗിയെ ഇരുത്തിയിട്ട് അതിൻ്റെ പുറകിൽ വേറൊരാളും കൂടി ഇരിക്കണം. അങ്ങനെ 3 പേരായിട്ട് വേണം ബൈക്കിൽ വരാൻ. കാരണം എന്താ? കാരണം ഈ പാമ്പ് കടി, ഇപ്പോൾ ഉദാഹരണമായിട്ട് മൂർഖൻ്റെ കടി ഏറ്റ ഒരു രോഗിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാഡി തളരും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഴഞ്ഞങ്ങ് വീണു പോകും. ബൈക്കിൽ നിന്ന് ആൾ വീഴുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞെന്ന് തന്നെ വരില്ല. അപ്പോൾ അതുകൊണ്ട് ആ രോഗിയുടെ പുറകുവശത്തും കൂടെ ഒരാളിനെ ഇരുത്തി വേണം നമ്മൾ ബൈക്കിൽ കൊണ്ടുപോകാൻ. പിന്നെയുള്ള ഒരു പ്രധാന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാരണവശാലും രോഗിയെ നടത്തരുത്. എന്തുകൊണ്ടാണ്? ആ ഭാഗം അനങ്ങി രക്തചംക്രമണം കൂടാൻ പാടില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഒരു ചെറിയ ഒരു വിശദീകരണം ആവശ്യമുണ്ട്. ഒന്ന്, നമ്മൾ അവിടെ മുറിവുണ്ടാക്കിയിട്ട് വിഷം കളയാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു സിറിഞ്ചിൽ മണ്ണിലോട്ട് ഇച്ചിരി വെള്ളം ചീറ്റിയാൽ അല്ലെങ്കിൽ കുത്തിവെച്ചാൽ ആ മണ്ണിൽ വെള്ളം പടരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനെ നമുക്ക് മണ്ണ് കീറി ആ വെള്ളം തിരിച്ചെടുക്കാൻ പറ്റില്ല, കാരണം അത് മണ്ണിൽ പടർന്നു പോകും. അതുപോലെ ഈ വിഷം നമ്മുടെ പേശികളിൽ പടർന്നു പോകും. അത് നമുക്കിങ്ങനെ മുറിവുണ്ടാക്കി എന്തായാലും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ സിനിമകളിൽ കാണും, പാമ്പ് കടിച്ചെടുത്ത് ഈ ആൾക്കാരിങ്ങനെ സക്ക് ചെയ്ത് വിഷം എടുക്കുന്നു. അതും സക്ക് ചെയ്തും വിഷം എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷം അവിടെ അങ്ങനെ ഒരു സഞ്ചിയിൽ ഇരിക്കുകയല്ല, അത് പടർന്നു പോയി. പിന്നെ രണ്ടാമത്, ഈ സക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ വായിലോ ചുണ്ടിലോ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ വിഷം കലർന്നിട്ട് നമുക്ക് തന്നെ വിഷബാധ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സക്ക് ചെയ്യുന്ന പരിപാടി പാടില്ല. പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പച്ചില മരുന്ന് പുരട്ടുക, ഒന്നും പുരട്ടരുത്. കാരണം ഈ പുരട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തേയ്ക്കുകയാണ്, അപ്പോൾ തന്നെ രക്തചംക്രമണം കൂടും. അതുകൊണ്ട് അതിനെ വെറുതെ വിടുക, ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ ഉള്ളത്, നമ്മൾ ഈ എന്ത് അപകടം വരുമ്പോഴും ആദ്യം വെള്ളം കൊടുക്കുകയോ ചായ കൊടുക്കൂ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. കഴിയുന്നതും ചെയ്യാതിരിക്കുക. എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂർഖനെ പോലുള്ളൊരു പാമ്പാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നാഡീ തളർച്ച വരും. അപ്പോൾ നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല, ഛർദിൽ വരും. വരുന്ന ഛർദിലിനെ ശ്വാസകോശത്തിൽ പോവാതെ ഉള്ള അടപ്പുകൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് വലിയ ഡേഞ്ചർ വരും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ ചോദിച്ച് വെള്ളം കൊടുക്കുന്ന പരിപാടി പാടില്ല. പിന്നെയുള്ളൊരു പ്രധാന കാര്യം, ഈ ആഭരണങ്ങൾ, മോതിരം, വള, ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം മാറ്റണം. കാരണം ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അത് നീര് പിടിച്ച് പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, ഈ വള അവിടെ ഇരുന്ന് രക്തചംക്രമണത്തിനെ വീണ്ടും തടസ്സപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് അത് അപ്പം തന്നെ എടുത്ത് മാറ്റണം. പിന്നെ കിടത്തുക, ഇപ്പോൾ ഉദാഹരണം ക്ഷീണം തോന്നുന്നു കിടക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ചരിച്ച് കിടത്തണം. കാരണം ഏതെങ്കിലും കാരണവശാൽ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആ ഛർദ്ദിൽ ശ്വാസകോശത്തിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ വേദനയുള്ളതുകൊണ്ട് ഐസ് വയ്ക്കുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. കഴിയുന്നതും ചെയ്യാതിരിക്കുക. കാരണം എഗെയിൻ രക്തചംക്രമണം അവിടെ വളരെ കുറച്ചു പോകും. അങ്ങനെ കുറയ്ക്കുമ്പോൾ ഈ നമ്മുടെ പാമ്പിൻ്റെ വിഷം നമ്മുടെ പേശികളെ ഏതാണ്ട് നശിപ്പിക്കുന്ന ഒരു വിഷമാണ്. അപ്പോൾ അവിടെ രക്തചംക്രമണവും കൂടെ ഇല്ലെങ്കിൽ അവിടെയുള്ള പേശി കംപ്ലീറ്റ് നശിച്ച് ചിലപ്പോൾ നമുക്ക് വളരെ ദൗർഭാഗ്യമുണ്ടെങ്കിൽ കാലുപോലും നമുക്ക് നഷ്ടമാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് ടൂർണിക്കയെ കെട്ടരുതെന്ന്. കാരണം ടൂർണിക്കയെ കെട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള രക്തചംക്രമണം കുറയും. ആ രക്തചംക്രമണം കുറഞ്ഞ സ്ഥലത്ത് ഇരിക്കുന്നത് വിഷമാണ്. ആ വിഷം നമ്മുടെ പേശികളെ മുഴുവനും നശിപ്പിച്ച് കളയുന്ന ഒരു വിഷമാണ്. അപ്പോൾ നമുക്ക് കാല് വരെ നഷ്ടപ്പെടാം. അല്ലെങ്കിൽ ആ പേശികൾ നഷ്ടപ്പെടുന്ന സ്ഥലത്ത് അണുക്കൾ കയറിയിട്ട് അത് കാരണമുള്ള പ്രശ്നങ്ങൾ കാരണവും നമുക്ക് മരണം സംഭവിക്കാം. അതുകൊണ്ട് കഴിയുന്നതും ടൂർണിക്കെ കെട്ടരുതെന്നാണ് ഇപ്പോഴത്തെ ഒരു അഡ്വൈസ്. സാറിൻ്റെ ചർച്ചയിൽ സാർ ഇപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ചർച്ചയിൽ സാർ പറഞ്ഞു ടൂണിക്കെ കെട്ടാൻ പാടില്ല. പക്ഷെ നമ്മളെല്ലാം പഠിച്ചത് കടിയേറ്റ ആൾ ടൂണിക്കെ കെട്ടണം. ഇപ്പോൾ തന്നെ നമ്മുടെ വാവാ സുരേഷിൻ്റെ ഒരു കാര്യം എടുത്താൽ തന്നെ നമുക്കറിയാം. വാവാ സുരേഷ് ചെയ്ത് ഞാൻ ആ ഭാഗം നല്ലതായിട്ട് കണ്ടായിരുന്നു. കാരണം പുള്ളി പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് പുള്ളി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെ ടൂണിക്ക് നിങ്ങൾ ഇത്ര ഇഞ്ച് മേളിൽ വെച്ച് കെട്ടുക. അപ്പോൾ ഈ കെട്ടുന്നത് കൊണ്ട് നമ്മളൊക്കെ പഠിച്ചതും അങ്ങനെയാണ്. അപ്പം ഈ കെട്ടുന്നത് ഇപ്പം നമുക്ക് കെട്ടാൻ പാടില്ല എന്ന് സാർ പറഞ്ഞു. അപ്പോൾ ഇതെന്താണ് ഇതിന് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് കെട്ടാൻ പാടില്ല എന്ന് സാറ് പറയാനുള്ള കാരണം? ഇക്കാര്യത്തിൽ ടൂർണിക്ക് കെട്ടുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്.
അതിന് 2-3 കാരണങ്ങൾ. ഒന്ന്, ഇപ്പോൾ വാവയുടെ കാര്യം പറഞ്ഞു, മൂർഖൻ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1/2-3/4 മണിക്കൂറിനകം വേണമെങ്കിൽ മരണം വരെ സംഭവിക്കാം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ ഒരു ടൂർണിക്കെ കെട്ടി വിഷം വ്യാപിക്കാതിരുന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലെത്തി പ്രതിവിഷം, അതായത് ആൻറ്റിവെനം കൊടുത്തു തുടങ്ങിയിട്ട് ഈ കെട്ടഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷം വ്യാപിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു അപകടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസരത്തിൽ നമ്മുടെ കാലിനൊരു നഷ്ടം വരുമോ, നമ്മുടെ പേശികൾ അഴുകിപ്പോകുമോ എന്നുള്ളതിനേക്കാളും പ്രധാനം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അത് ടൂർണിക്കയുടെ ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാന കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, രോഗിയെ സമാധാനിപ്പിക്കുക. രോഗിയെ സമാധാനിപ്പിക്കാൻ വാചകം അടിച്ചാൽ അവനെങ്ങനെ സമാധാനം വരും? പാമ്പ് കടിച്ചിരിക്കുകയല്ലേ. അതേസമയം നമ്മൾ ഒരു ടൂർണിക്കെ കെട്ടിയിട്ട് പറയുകയാണ്, ഇനി ഈ വിഷം ഇങ്ങോട്ട് പോകില്ല, ആശുപത്രി പോയി പ്രതിവിഷം കുത്തിവെച്ചിട്ട് നമ്മളിതഴിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പേടിയും അങ്ങ് മാറും. നമ്മൾ ഈ പേടി മാറണം, വർത്തമാനം പറയണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടൂർണിക്കെ കെട്ടണം. പക്ഷേ ടൂർണിക്കെ കെട്ടുമ്പോൾ ഒരു കാരണവശാലും രക്തം പോകാൻ പറ്റാത്ത രീതിയിൽ വലിച്ചു കെട്ടരുത്. ടൂർണിക്കെ കെട്ടിയിട്ട് നമ്മളൊരു വിരൽ ഒരു ഇച്ചിരി പ്രയാസത്തോടെ അകത്ത് കടത്താൻ പറ്റണം. അപ്പോൾ കുറച്ച് രക്തം എന്തായാലും അതിനകത്ത് രക്തപ്രവാഹം വരും. ടൂർണിക്കെ കെട്ടിയിട്ട് ടൂർണിക്കെ കെട്ടിയതിൻ്റെ ഇപ്പോൾ തുടയിലോ അല്ലെങ്കിൽ ആണ് കെട്ടുന്നതെങ്കിൽ നമ്മുടെ കാൽ വിരലുകളിൽ നോക്കണം, പ്രസ് ചെയ്തിട്ട് വിട്ട് നോക്കണം. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ പിങ്ക് നിറം ഒന്ന് കുറയുമല്ലോ, അത് വിടുമ്പോൾ വീണ്ടും പിങ്ക് നിറം വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ പൾസ് നാഡിമിടിപ്പ് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ടൂർണിക്ക് ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. ഈ വിഷവൈദ്യർ നമ്മുടെ നാടുകളിലെല്ലാം ഇഷ്ടംപോലെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വിഷവൈദ്യന്മാർ വിഷക്കല്ലുകൾ കൊണ്ട് നമ്മൾക്ക് പാമ്പ് കടിയേറ്റവരെ ചികിത്സിക്കുന്നു, അങ്ങനെ അവർ രക്ഷ പ്രാപിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു തലം സാറിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതിന് ശാസ്ത്രീയമായി എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? വിഷക്കല്ല് വെച്ച് വിഷമൊന്നും എടുക്കാൻ ഒക്കില്ല. പിന്നെ ഒട്ടുമുക്കാൽ ആൾക്കാരെയും വിഷക്കല്ല് വെച്ച് ഭേദമാക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കണക്ക് കൊണ്ടുള്ള ഒരു വ്യാലവിദ്യയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70% പാമ്പുകൾക്കും വിഷമില്ല, നീർക്കോലി, ചേര തുടങ്ങിയവയൊക്കെ. പിന്നെ ഉള്ളതിലൊരു 20% ചെറിയ വിഷമേ ഉള്ളൂ. പിന്നെയുള്ള പാമ്പുകളിൽ ഒരു ചെറിയൊരു ശതമാനം, അതായത് ഒരു 10-20% മനുഷ്യനെ കൊല്ലാനും വേണ്ടിയിട്ടുള്ള വിഷമില്ല. ഉദാഹരണമായിട്ട് പച്ചിലപ്പാമ്പ്. പിന്നെയുള്ള ഒരു 10% ആക്ച്വലി വിഷമുള്ളത്. ഈ 10% പാമ്പുകളും കടിച്ചു കഴിഞ്ഞാൽ അതിലൊരു 50% കടിയും, നമ്മൾ മലയാളത്തിൽ തീറ്റക്കടി എന്നൊക്കെ പറയും പോലെ, വിഷം ആവശ്യത്തിന് കയറ്റാൻ പറ്റാത്ത കടികളായിരിക്കും. അപ്പോൾ അതിനും മരണം സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷവൈദ്യൻ്റെ അടുത്ത് പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യുന്നതിൽ ഒട്ടുമുക്കാൽ പേരും രക്ഷപ്പെടുകയാണ് പതിവ്. അത് വിഷക്കല്ല് കൊണ്ടാണെന്ന് പറയുന്നത് ശരിയല്ല. ഏത് തരം പാമ്പാണെന്നോ എത്ര തരം വിഷമുള്ള പാമ്പാണെന്നോ അറിയാതെ ഹോസ്പിറ്റൽ അധികൃതർ എങ്ങനെയാണ് സാർ ആൻറ്റിവെനത്തെ പറ്റി തീരുമാനിക്കുക? എത്ര ആൻറ്റിവെനം കൊടുക്കണം, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അവർക്ക് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും? അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഏത് പാമ്പാണ് എന്നറിയേണ്ട കാര്യമില്ല. നമ്മുടെ ഈ നാട്ടിലുള്ളതിൽ വിഷമുള്ള പാമ്പുകളിൽ ഏറ്റവും അധികം വിഷം ഉള്ള ഒരു പാമ്പിൻ്റെ മുഴുവൻ വിഷവും നമ്മുടെ ശരീരത്തിൽ കയറിയാൽ അതിനെ നിർവീര്യമാക്കത്തക്ക രീതിയിലുള്ള അളവാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 10 കുപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പാമ്പാണെന്ന് അറിയേണ്ട കാര്യമില്ല. സാർ, ഇനി അറിയാനുള്ളത് ആൻറ്റിവെനം കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ പലർക്കും ആൻറ്റിവെനം കൊടുക്കുന്നു ഏത് പാമ്പിൻ്റെ ആണെന്ന് നമ്മൾക്ക് ചിലപ്പോൾ അറിയാം. ചിലപ്പോൾ അവർ പാമ്പിനെ കൊണ്ടുവരുന്നുണ്ട്, ജീവനോട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അടിച്ചു കൊല്ലാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥകളൊക്കെ പാമ്പിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നു. അത് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ആൻറ്റിവെനം കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ? ആൻറ്റിവെനത്തിന് തീർച്ചയായിട്ടും പാർശ്വഫലങ്ങളുണ്ട്. കാരണം ഇത് നമ്മൾ കുതിരയിൽ കുത്തിവെച്ചിട്ട് കുതിരയിലുണ്ടാകുന്ന ആൻറ്റിബോഡിയാണ് നമ്മൾ മനുഷ്യൻ്റെ ശരീരത്തിലോട്ട് കുത്തിവെക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ കുതിരയുടെ ആൻറ്റിബോഡി വരുമ്പോൾ മനുഷ്യ ശരീരം എന്തായാലും ഒരു റിയാക്ഷൻ കാണിക്കും. അപ്പോൾ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും ഉണ്ടാവാം. പക്ഷേ സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് മരുന്ന് കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. സൈഡ് ഇഫക്റ്റിനെ മറികടക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് നമുക്ക് ആൻറ്റിവെനം തുടർന്ന് കൊടുക്കേണ്ടി വരും. വേറൊരു പ്രധാന കാര്യം, നമ്മുടെ ഈ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് തൊലിക്കടിയിൽ കുത്തിവെച്ച് ഇത് കണ്ടുപിടിക്കാൻ ഒക്കില്ല. അതും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ തൊലിക്കടിയിൽ കുത്തിവെച്ചില്ല എന്നൊന്നും വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. ഈ ചാനലിൽ തന്നെ സാർ പലപ്പോഴും പറഞ്ഞിട്ട് പേപ്പട്ടി വിഷബാധ, പേപ്പട്ടി കടിച്ച ഭാഗത്ത് തന്നെ അതിൻ്റെ വിനം കൊടുത്ത് അവിടെ തന്നെ വിഷം അവർക്ക് നിർവീര്യമാക്കുന്ന ഒരു രീതിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പാമ്പ് കടിച്ച ഭാഗത്ത് ഒരു ആൻറ്റിവനം കുത്തിവെച്ച് വിഷബാധ ഇറക്കുന്ന അതൊരു ഉത്തമമായ രീതിയാണോ? അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ? ഭാഗത്ത് തന്നെ ആൻറ്റിവനം കുത്തിവെച്ച് നിർവീര്യമാക്കാൻ ഒക്കില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആൻറ്റിവനം ഞാൻ നേരത്തെ പറഞ്ഞ 10 കുപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുപ്പി കണക്കിന് അവിടെ കൊടുക്കാൻ ഒക്കില്ല. കാരണം കാല് ഇപ്പോൾ തന്നെ നല്ല നീര് പിടിച്ച് വീർത്തിരിക്കുകയായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആക്കി കഴിഞ്ഞാൽ നീര് കൂടുകയും അവിടെ രക്തപ്രവാഹം തീരെ ഇല്ലാണ്ടാവുകയും ചെയ്യും. കാലിന് തന്നെ നമുക്ക് നഷ്ടമാകുന്ന ഒരു സ്ഥിതി വരും. 2, ഈ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അണുക്കൾ വളരെ പതുക്കെയാണ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ എത്തുന്നത്. ആഴ്ചകളോ അല്ലെങ്കിൽ ചിലപ്പോൾ മാസം തന്നെ എടുക്കാം. ഇതങ്ങനെയല്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസത്തിനകം നമുക്ക് മരണം സംഭവിക്കുകയാണ്. അപ്പോൾ അത് കടിച്ച സ്ഥലത്ത് ആ വിഷം അവിടെ തങ്ങി നിൽക്കുന്നില്ല, അത് പടരുകയാണ്. അതുകൊണ്ട് തന്നെ ആ കടിച്ച സ്ഥലത്ത് കുത്തിവയ്ക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. സാർ, ഇനിയുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പാമ്പ് കടിക്കുന്നത് ഇങ്ങനെയുള്ളവരെ ആയിരിക്കണം എന്ന് നമ്മൾക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റില്ല. പാമ്പിന് നമ്മൾ ആരാണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ പ്രഗ്നൻ്റ് ഗർഭിണികളായിട്ടുള്ള ആൾക്കാരുണ്ട്, കൊച്ചു പിള്ളേരുണ്ട്. അപ്പോൾ ഈ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പും പ്രഗ്നൻ്റ് വുമൺ ഇവർക്കൊക്കെ ഒരു പാമ്പ് കടി ഏറ്റാൽ അവർക്ക് ഈ ആൻറ്റിവനം കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ചില നമ്മൾ വാക്സിനൊക്കെ തന്നെ കോവിഡ് വാക്സിൻ ആണെങ്കിലും നമ്മൾ കുട്ടികളിൽ കൊടുക്കുന്ന വാക്സിൻ പ്രത്യേകം ഡെവലപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കിപ്പം ഈ ഒരു ആൻറ്റിവനം കൊച്ചു പിള്ളേർക്ക് കൊടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഗർഭിണികൾക്ക് കൊടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? അവർക്ക് ഗർഭിണികളായിരിക്കുമ്പോൾ ഒരു പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം? ഗർഭിണികൾക്കും കുട്ടികൾക്കും എല്ലാം ഒരേ ഡോസ് തന്നെ നമുക്ക് കൊടുക്കണം. കാരണം പാമ്പ് ഗർഭിണിയാണോ കുട്ടിയാണോ എന്നുള്ള രീതിയിൽ കടി ഒരുപോലെയാണ് കടിക്കുന്നത്. അപ്പോൾ വിഷവും ഒരുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത്. അതുകൊണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് ആൻറ്റിവനം കൊടുക്കേണ്ടത്. പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടികളുടെ ശരീരം ചെറുതാണ്, പക്ഷേ വിഷം വലിയ ആൾക്കാർക്ക് കുത്തിവയ്ക്കുന്ന അത്രയും തന്നെ കുത്തിവയ്ക്കുന്നുണ്ട്. അപ്പോൾ വിഷത്തിൻ്റെ കോൺസെൻട്രേഷൻ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ശരീരത്തിൽ കൂടിയിരിക്കും. അപ്പോൾ കുട്ടികളിലെ ആൻറ്റിവനം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാർ, ഒരിക്കൽ പാമ്പ് കടി ഏറ്റ ആൾക്ക് നമ്മൾ വാക്സിൻ കൊടുത്തു, ആൻറ്റിവനം കൊടുത്തു. ആൻറ്റിവനം കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും ഒരു പാമ്പ് കടി ഉണ്ടാകുന്നു. ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും, 2 മാസം, അല്ലെങ്കിൽ 1 ഇയർ ആയിരിക്കും. അപ്പോൾ എത്ര നാളാണ് ഈ ആൻറ്റിവനം നമ്മൾക്ക് ഒരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും സ്വീകരിക്കാനുള്ള ആ ഒരു ഡ്യൂറേഷൻ ടൈം പീരീഡ് എത്രയാണെന്ന് ഒന്ന് പറയാമോ? ഒരിക്കൽ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും കടിയേറ്റാൽ വീണ്ടും ആൻറ്റിവനം കൊടുക്കണം. ഈ ആൻറ്റിവനം ശരീരത്തിൽ നിന്നിട്ട് പിന്നെ അസുഖം വരാതിരിക്കുന്ന ഒരവസ്ഥയില്ല. അതായത് ഇത്ര നാൾ നമുക്ക് പിന്നെ പാമ്പ് കടിയേറ്റാൽ കുഴപ്പമില്ല എന്നില്ല. ഈ ആൻറ്റിവനം കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അത് യൂസ്ഡപ്പായി തീരുകയാണ്. അപ്പോൾ രണ്ടാമത് ദിവസങ്ങൾ കഴിഞ്ഞ് പാമ്പ് കടിച്ചാൽ പോലും നമുക്ക് ആൻറ്റിവനം തന്നെ കൊടുക്കേണ്ടി വരും. കടിച്ച പാമ്പ് വിഷപ്പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ ഇതൊന്നും അറിയാതെയാണ് ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് എങ്ങനെ തീരുമാനിക്കാനാവും ആൻറ്റിവനം എത്ര കൊടുക്കണം, എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? കാരണം വരുന്ന ആൾക്കാർക്ക് യാതൊരു വിധമായ ചിലപ്പോൾ ബോധം തന്നെ ഉണ്ടാകില്ല. കാരണം പലരും വരുന്നത് ബോധമില്ലാത്ത അവസ്ഥയിലൊക്കെ വരുന്നവരുണ്ട്, അവരുടെ കൂടെ വരുന്നവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരോട് നമ്മൾക്കൊന്ന് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ, ഡോക്ടറും നേഴ്സും എല്ലാവരും ഇതിന് എങ്ങനെയുള്ള ആൻറ്റിവനമാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? എങ്ങനെയാണ് ഹോസ്പിറ്റൽ അത് കെയർ ചെയ്ത് തീരുമാനിക്കുന്നത്? വിഷം ശരീരത്തിൽ കയറിയോ ഇല്ലയോ എന്ന് നമ്മൾ ചില ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് അറിയുന്നത്. അപ്പോൾ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂർ തോറും രക്തം പരിശോധിക്കുക. എന്താണ് രക്തം കട്ട പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട്. കാരണം പാമ്പ് വിഷം കാരണം രക്തം കട്ട പിടിക്കാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. പിന്നെ രക്തം കട്ട പിടിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മൂക്കിൽ കൂടെ രക്തം വരാം, മോണയിൽ കൂടെ രക്തം വരാം, കണ്ണിൽ കൂടെ രക്തം വരാം, ചിലപ്പോൾ മൂത്രം തന്നെ രക്തനിറമാകാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വൈപ്പർ, അതായത് അണലി പോലുള്ള പാമ്പുകൾ കടിച്ചാൽ ഉണ്ടാകുന്ന വിഷലക്ഷണങ്ങൾ. എന്നാൽ കോബ്ര, അതായത് മൂർഖൻ പോലെയുള്ള പാമ്പുകളാണെങ്കിൽ നമ്മുടെ നാഡിക്ക് തളർച്ച വരും. അതായത് ഞരമ്പുകൾ തളർന്നു പോകും. അപ്പോൾ കണ്ണടഞ്ഞു വരിക,
നോക്കുമ്പോൾ രണ്ടായിട്ട് കാണുക അല്ലെങ്കിൽ തെളിച്ചമില്ലാതെ കാണുക, ശബ്ദം നേരാവണ്ണം പുറത്ത് വരാതിരിക്കുക, സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോവുക, കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അത് വയറ്റിൽ പോകാതെ ശ്വാസകോശത്തിലോട്ട് കയറി ചുമ വരിക, ഇതൊക്കെയാണ് അതിൽ സംഭവിക്കാനുള്ളത്. പിന്നെ ചില പാമ്പുകളിൽ നമ്മുടെ മസിലുകളിൽ തുടിപ്പുകളും കാണാറുണ്ട്. സാർ, ഇനിയുള്ള ഡൗട്ട് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ഒരു ഡൗട്ടല്ല. കാരണം പാമ്പിൻ്റെ ശരീരത്തിൽ, അതിൻ്റെ ശരീരഘടനയിൽ എങ്ങും എനിക്കറിയാവുന്ന രീതിയിൽ, ഞാൻ കണ്ടിട്ടുള്ള രീതിയിലും, എനിക്ക് പാമ്പിനെ കാണുന്നത് തന്നെ ഭയമാണ്. പക്ഷേ എങ്കിലും പാമ്പിനെ ഞാൻ ചെവി കണ്ടിട്ടില്ല, അതിൻ്റെ ശരീരത്തിൽ ഒരിടത്തും തന്നെ ചെവി കണ്ടിട്ടില്ല. അപ്പം ഇതിന് കേൾവി ശക്തി ഉണ്ടോ? എങ്ങനെയാണ് ഇത് കേൾക്കുന്നത്? പിന്നെ അതേപോലെ തന്നെ ഈ പാമ്പെന്ന് പറയുന്നത് എപ്പോഴും നാക്ക് വെളിയിലേക്ക് ഇട്ട് ഇരിക്കുന്നതാണ്. അപ്പം നാക്ക് രണ്ടായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അപ്പം ഇതെല്ലാം ഒന്ന് വിവരിച്ച് പറയാൻ പറ്റുമോ? ശരീരത്തിൽ അങ്ങനെ നമുക്ക് കാണത്തക്ക രീതിയിൽ ചെവിയില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇതിന് ആന്തരികമായിട്ട് കർണ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കേൾക്കാൻ സാധിക്കും. പക്ഷെ കേൾക്കുന്നത് നമ്മുടെ ഭൂമിയിലെ ചലനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന ആ വൈബ്രേഷനോ ഒക്കെയാണ് അത് പിക്ക് ചെയ്യുന്നത്. പിന്നെ നാക്ക് വെളിയിലോട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണം അറിയുന്നത് മൂക്കുണ്ടെങ്കിൽ പോലും മണം കുറച്ചൊക്കെ അത് അറിയുന്നത് നാക്കിൽ കൂടെയുമാണ്. അപ്പോൾ നമ്മുടെ മൂക്കിന് 2 ദ്വാരമുള്ളതുപോലെ നാക്ക് രണ്ടായിട്ട് പിളർന്നിരിക്കുന്നതാണ് നമ്മൾ പാമ്പിൽ കാണുന്നത്. അടുത്തതായിട്ട് സാറിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, അടുത്ത കാലത്ത് നമ്മുടെ ചാനലുകളിലെല്ലാം വിവാദപരമായ ഒരു കാര്യമാണ് വാവാ സുരേഷിൻ്റെ കാര്യം. വാവാ സുരേഷ് പല പ്രാവശ്യം പാമ്പ് കടിയേറ്റു. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അഡ്മിറ്റ് ആവുന്നു, ഡിസ്ചാർജ് ആവുന്നു, വീണ്ടും പാമ്പ് കടി കേൾക്കുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ വിവാദങ്ങൾ കൂടി വന്നപ്പോൾ പലരും പറഞ്ഞു, ശാസ്ത്രീയമായി പാമ്പ് പിടുത്തം പഠിക്കാത്ത ഒരാളായതുകൊണ്ടാണ് ഇത്രയും പാമ്പ് കടി കേൾക്കാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പം ഈ ശാസ്ത്രീയമായി സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെയാണ് വാവാ സുരേഷ് പാമ്പ് പിടിക്കുന്നതെന്നാണ് എല്ലാവരും മീഡിയാസിലെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പം ഇതിനെപ്പറ്റി സാറിന് എന്താണ് അഭിപ്രായം? ശാസ്ത്രീയമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമാതിരി പാമ്പ് പിടുത്തം, സംഗീതം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും ജന്മവാസനയുണ്ട്. അപ്പോൾ ജന്മവാസനയുള്ളവർ ആ വാസന പരിപോഷിപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ അത് വളരെ ഒരു ഉന്നതമായ ലെവലിലെത്തും. ഉദാഹരണമായിട്ടിപ്പോൾ SPB സാറ് അല്ലെങ്കിൽ ജാനകി അമ്മ, നമ്മുടെ ജയചന്ദ്രൻ സാറ്, ഇവരൊക്കെ മ്യൂസിക് അക്കാഡമിയിൽ പാട്ട് പഠിച്ചിട്ട് പാടാൻ വന്നവരല്ല. പക്ഷേ എത്ര ഉന്നതമായിട്ടാണ് അവർ പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അവർ ശാസ്ത്രീയമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് മണ്ടത്തനമല്ലേ? അപ്പോൾ അതുപോലെ പാമ്പ് പിടുത്തവും ജന്മനാ വാസനയുള്ള ഒരാൾ നിത്യാഭ്യാസത്തിൽ കൂടെ അത് പരിപോഷിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതിൻ്റെയും ഉന്നതമായ ഒരു ലെവലിലായിരിക്കും അവർ. അതുകൊണ്ട് ഇപ്പോൾ വാവാ സുരേഷ് പഠിക്കണം എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പില്ല. ഈ ചോദ്യത്തിൽ ഇപ്പോൾ വാവാ സുരേഷിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ അദ്ദേഹം ഈ പാമ്പ് കടി ഏറ്റ ഉടനെ തന്നെ ആക്ച്വലി പുള്ളി പിന്നെ ആ കാൽ അനക്കരുത് എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ പുള്ളി എന്നാലും ആ പാമ്പിനെ പിടിച്ച് സഞ്ചിയിലാക്കി അവിടുത്തെ ആൾക്കാരെ സമാധാനിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ആശുപത്രിയിലോട്ട് പോകുന്നത്. ആശുപത്രിയിലോട്ട് പോയി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്ക് നാഡീ തളർച്ച വരികയും ശ്വാസോച്ഛ്വാസം ഏതാണ്ട് നിലയ്ക്കുകയും ഹൃദയം വളരെ മന്ദഗതിയിലാവുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വെന്റിലേറ്ററൊക്കെ ഉള്ള ഒരു ആംബുലൻസ് ആൻറ്റിവെനവുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് വെച്ച് തന്നെ ആൻറ്റിവെനം കൊടുത്ത് ഇദ്ദേഹത്തിനെ രക്ഷിക്കാമായിരുന്നു, ഈ അപകടങ്ങളിലോട്ട് പോകില്ലായിരുന്നു. പക്ഷേ അതിന് നമ്മുടെ നാട്ടിലെ സംസ്കാരം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ആൻറ്റിവെനത്തിന് റിയാക്ഷൻ വരുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫീൽഡിൽ വെച്ച് കൊടുക്കുമ്പോൾ റിയാക്ഷൻ വരും. അപ്പോൾ റിയാക്ഷൻ വരുമ്പോൾ അത് ആരോഗ്യ പ്രവർത്തകനെ ഉപദ്രവിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് എടുക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ ഒരു പതിവ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കത് ചെയ്യാൻ നിർവാഹമില്ല. രണ്ടാമത് പറഞ്ഞത് ഇതിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യമാണ്. അതായത് ഈ വാവാ സുരേഷിന് അദ്ദേഹത്തിന് പാമ്പുകളെ വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വടി കമ്പൊക്കെ വെച്ച് പാമ്പിൻ്റെ തലയെ റിസ്ട്രെയിൻ ചെയ്യുന്ന ഒരു പരിപാടി പുള്ളി ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അപകടം കൂടുതലാണ്. ഇത് അപകടം കൂടുതലാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പുള്ളി അത് ചെയ്യുന്നത്. രണ്ടാമത് ഈ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടാനായിട്ട് ഒരു കറുത്ത സഞ്ചി കൊണ്ട് നടക്കണം. കാരണം ഈ കറുത്തത് കാണുമ്പോൾ അതൊരു വെളിച്ചമില്ലാത്ത മാളം പോലെ ആയതുകൊണ്ട് പാമ്പ് അതിനകത്തോട്ട് കയറാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇദ്ദേഹം അതൊന്നും കൊണ്ട് നടക്കുന്നില്ല.
എവിടെയാണോ പാമ്പ് പിടിക്കാൻ ചെല്ലുന്നത് അവിടെ കാണുന്ന എന്തെങ്കിലും ഒരു സാമഗ്രിയിൽ, അത് സഞ്ചിയോ ടിന്നോ അതിനകത്തോട്ട് ഇടുകയാണ് പതിവ്. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ റിസ്ക് കൂടുതൽ തന്നെയാണ്. പക്ഷേ ആ റിസ്ക് അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്, അറിയാത്തതുകൊണ്ടല്ല.